വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു. ആ വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. സർവായുധം കവർന്നല്ലോ, സാധുക്കൾക്കോ സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. സാധുക്കൾക്കോ സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ.
അച്ചോ, ഗംഭീരമായി നമ്മളെ ഒരുമിച്ചുള്ള റൈഡ്. അച്ഛൻ കിടുവാണ് കേട്ടോ. അച്ഛൻ്റെ കൂടെ ഇങ്ങനൊരു യാത്ര പ്രതീക്ഷിച്ചതേയില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോടാ, വണ്ടി നിന്നുപോയി. എന്താ പറ്റിയച്ച? പണിയായോ? ഈ വണ്ടി പൊടി തട്ടി എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ബൈക്ക് എടുക്കാൻ. അച്ഛനാണ് സമ്മതിച്ചില്ല. എടാ ക്രിസ്റ്റി, വണ്ടി പഴയതായാലും പുതിയതായാലും എപ്പോൾ വേണമെങ്കിലും നിന്നു പോകാം. എന്താണെന്ന് നോക്കാം. ഒരു ചെറിയ പണിയുണ്ട്. എടാ നീ ആ ടൂൾ കിറ്റിംഗ് എടുത്തേ. പണ്ടത്തെ കിടുക്കാച്ചി വണ്ടിയാണ് അല്ലേ അച്ഛാ? നല്ല സ്ട്രോങ് ബോഡിയാണ്. ഇവൻ വഴിയിൽ പണി മുടക്കുന്ന ഇത് ആദ്യമായിട്ടാണ്. എന്നെ വഴി കിടത്തിയിട്ടില്ല. മോനെ ക്രിസ്റ്റി, നമ്മുടെ ഊഹങ്ങളും ധാരണകളും ഒക്കെ ചിലപ്പോൾ പിഴയ്ക്കാം. നീ ഏറ്റവും അവിടെ വെച്ചിട്ട് വണ്ടി ഒന്ന് കുലുക്കിക്കേ. അവന്റെ ക്ഷീണം മാറി ഉഷറായി. ഒന്ന് പേടിച്ചു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഊഹങ്ങളും ധാരണകളും ഒക്കെ ചിലപ്പോൾ തെറ്റിയേക്കാം. നമ്മളൊക്കെ ഈ ഭൂഗോളത്തിന്റെ ഒരു കോണിലിരുന്ന് എത്ര വേഗത്തിലാണ് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത്. ഊഹാഭോഗങ്ങളുടെ ബലത്തിൽ മാത്രം. Don't judge a book by the cover, അച്ചോ. Exactly. Beauty is not in the face. Beauty is light in the heart. ബർബാസിനെ വിട്ടുതരിക. യേശുവിനെ ക്രൂശിക്കുക. ബർബാസിനെ വിട്ടുതരിക. രക്തത്തെ വിട്ടുതരിക. യേശുവിനെ ക്രൂശിക്കുക. ബർബാസിനെ വിട്ടുതരിക. എന്താണ് പ്രഭു? തോബിയാസോ, അങ്ങാകെ അസ്വസ്ഥനാണല്ലോ. നേരവും വൈകി. എഴുതൂ. തിബിരിയാസ് സീസർ അറിയട്ടെ. വേഗം. ഊഹങ്ങളും ആരോപണങ്ങളും കൊണ്ട് പടുത്തുയർത്തിയ ആ കൊലമരത്തിൽ തൂക്കപ്പെട്ട നീതിമാനായ ഒരു മനുഷ്യപുത്രനെ നീ ഓർക്കുന്നില്ലേ? തെറ്റിപ്പോയ വിധിന്യായം കൊണ്ട് ഇരുണ്ടുപോയ നിമിഷങ്ങൾ എന്നെ അലട്ടുകയാണ്. ആ ദിനം നീ ഓർക്കുന്നുണ്ടോ? അതിനെ കുറിച്ചാണ് എനിക്ക് എഴുതുവാനുള്ളത്. നിനക്കെന്നെ ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ സഹായിക്കാനാകും. നാടുവാഴിയായ എഴുന്നള്ളുന്നു. ഈ മനുഷ്യനിൽ എന്തു കുറ്റമാണ് നിങ്ങൾ കാണുന്നത്? ഇവൻ കുറ്റം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവനെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. നിങ്ങൾക്കിവനെ വിധിക്കാമായിരുന്നില്ലേ? ഞങ്ങൾക്കാരെയും കൊല്ലുവാൻ അധികാരമില്ലല്ലോ. നീയല്ലേ യഹൂദന്മാരുടെ രാജാവ്? നീയല്ലേ യഹൂദന്മാരുടെ രാജാവ്? പറയൂ, നീയല്ലേ യഹൂദന്മാരുടെ രാജാവ്? എന്റെ നാഴികയായി ഗോൽഗോഥായുടെ നിമിഷങ്ങളെ മൗനം ഉരുകിപ്പടർന്ന നിമിഷങ്ങളെ
മരക്കുരിശിൻ്റെ കനൽ വഴികളിൽ തിളച്ചുമറിയുന്ന മൗനവുമായി തനിയെ നടക്കുന്ന തച്ചൻ്റെ മകനെ നിന്നെ ഓർത്ത് പാടുന്ന കവിതയായി മാറുന്ന കാലം. ഈ സഹന വഴികളിൽ മൗനം കനക്കുന്ന വാക്കുകളിൽ പതറാത്തൊരു പോരാളി ഉണരുന്നു. അതരങ്ങളിൽ അടരാത്ത വാക്കുകളിൽ ഒരു യോദ്ധാവിന് സമരവീര്യം പതയുന്നു. ഉയരുന്നൊരു മൗന വിപ്ലഗാഥകൾ ആ സഹനാഗ്നിയിൻ കൊടുംചൂടിൽ ഭൂമി വിറച്ചു. ഉയരുന്നൊരു മൗന വിപ്ലഗാഥകൾ ആ സഹനാഗ്നിയിൻ കൊടുംചൂടിൽ ഭൂമി വിറച്ചു. പാറകൾ പിളർന്നു സിംഹാസനത്തിനിടവഴികളിൽ മൗനമേ നീ നീറി നിന്നത് പോരാട്ടങ്ങളുടെ ഹൃദയ ഭൂമികയിൽ അല്ലായിരുന്നു. നിന്റെ മൗനങ്ങളിൽ കാലം വിളക്കുമരമായി കത്തിയെരിയുന്നു. എന്റെ നാഴികയായി പറുദീസായുടെ നിറമുള്ള സ്വപ്നങ്ങളെ കുരിശു പൂത്തുലയുന്ന മണമുള്ള നിമിഷങ്ങളെ എന്റെ ഈ നാഴികയിൽ നാളെയും പുലരികൾ ജ്വാലയായി ഉയരും. ജീവന്റെ ജ്വാലയായി ഉയരും. കൊടുങ്കാറ്റുലയ്ക്കാത്ത ജീവന്റെ ജ്വാലയായി ഉയരും. തന്നെ കുത്താനോടുന്ന പോത്തിനെ കണ്ട് മരണപ്പാച്ചിലായ ആ ഒരു കുഞ്ഞിന് രക്ഷയായി മാറിയത് ആ നീട്ടിയ ഒരു കരമാണ്. നമ്മൾ ആ കരത്തെ വെറും ഒരു സംരക്ഷണമായി കാണരുത്. ആ കരമാണ് ചരിത്രം സൃഷ്ടിച്ചത്. ബിന്ദേശ്വർ പാഠക്. അന്നു മുതലൊരു അന്വേഷണം, എന്താണ് തീണ്ടൽ ഇത്ര മാത്രം? തോട്ടികൾക്കെതിരായുള്ള ആ ഒരു ആക്രമണം, അവരെ നിശബ്ദമാക്കുന്ന ആ ഒരു കഥ വീണ്ടും ഈ ഭാരതത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. തൻ്റെ തലക്കീഴായി താൻ ചുരുട്ടിവെച്ച ആ പൈജാമ, അത് വെറുതെ ഒരു അന്വേഷണമല്ലായിരുന്നു. അത് ഏറ്റവും വിലക്കുറഞ്ഞ ശൗചാലയം എങ്ങനെ പണിയാം എന്നുള്ളതാണ്. ശൗചാലയം പണിയുക എന്നുള്ളത് ലാഭത്തിനല്ല, ഭാരതം ആകമാനമായി ഇല്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുക. ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സുലഭ് ഇൻ്റർനാഷണൽ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ സുലഭ് ശൗചാലയം നമ്മൾ കാണാറുണ്ട്. ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു കഥയുണ്ട് എന്നുള്ളത്? ആ മനുഷ്യൻ ആരംഭിച്ചത് തോട്ടികൾക്കൊരു സ്വാതന്ത്ര്യമാണ്, അവരുടെ മൗനത്തിനൊരു ശബ്ദമാണ്. എങ്ങനെ മറക്കാം ബിന്ദേശ്വർ പാഠക്, ബീഹാറിലെ സുലഭ് ഇൻ്റർനാഷണലിലെയും. അച്ചോ, എന്താണ് ഒരു മൗനം? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഒരു ശ്മശാന മൂത. മിണ്ടായിരിക്കുന്നേ. മൗനം സ്വയം തെരഞ്ഞെടുത്തതാകുമ്പോൾ ഏറെ സുന്ദരമായ അനുഭവമാണ്. സമ്മർദ്ദം കൊണ്ടാകുമ്പോൾ അതൊരു വല്ലാത്ത ദുരന്തവുമാണ്. മരണത്തിന്റെ മുന്നിൽ മൗനം തിരഞ്ഞെടുത്ത കർത്താവ്
എത്രമാത്രം പിലാത്തോസിനെ അസ്വസ്ഥനാക്കി. ഉള്ളിൽ സത്യവും നിലപാടിൽ നീതിയുമുള്ളവന്റെ മൗനം അഷ്ടദിക്കുകളെയും പിടിച്ചുലയ്ക്കത്തക്ക വിധം ശക്തമാണ്. പക്ഷെ അച്ഛ, ഈ അടിച്ചമർത്തപ്പെടുന്നവരുടെ നിശബ്ദത ഇതിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലേ? ആ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നല്ലേ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്? വഴിയും സത്യവും ജീവനുമായ യേശുവിന്റെ ശബ്ദം കല്ലറകളെ തുറക്കുന്നതും കാരാഗ്രഹങ്ങളെ തകർക്കുന്നതുമാണെന്ന് നിനക്കറിയാമല്ലോ. സത്യം. യേശുവിന്റെ മൗനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ക്രൂശിന്റെ വചനത്തെ സ്ഫുടം ചെയ്യുന്നതിനായുള്ളതാണ്. 36 സങ്കീർത്തനം ഓർക്കുന്നുണ്ടോ? കാണത്തില്ല അല്ലേ? നീ ആ മൊബൈൽ നോക്കിയിരുന്നു വായിച്ച്. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുൻപിൽ നീ വായിക്കുവാണെ അത് നന്നായിട്ടൊന്ന് വായിച്ചേ. ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുൻപിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. മതി മതി മതി. ശബ്ദിക്കാൻ ശ്രേണിയില്ലാതെ ആയിപ്പോയ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി മാറിയ മോശയും ഏലിയാവും യോശുവയും ഒക്കെ മൗനത്തിന് തീപിടിച്ച് സംസാരിച്ചവരായിരുന്നു. ക്രൂശിൽ കാണുന്ന ദൈവപുത്രന്റെ ശബ്ദവും മൗനവും എല്ലാം ഗോപുരങ്ങളെ ഇളക്കി മറിക്കുന്നതായിരുന്നു. അധികാരികളും സാമ്രാജ്യവും ഒക്കെ ഇടറുന്നുണ്ട്. ഞാൻ അന്നേ ആരെ വിട്ട് പറഞ്ഞതല്ലേ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന്. നിങ്ങൾ അത് കേട്ടില്ല. അതെ, എന്നാൽ അവധി ഞാൻ നോക്കിയതാണ്, ഒഴിയാനായില്ല. ബറാബാസിനെ അവതരിപ്പിച്ചത് തന്നെ അതിനായിരുന്നു. ആ നശിച്ച രാത്രി മനസ്സിൽ നിന്ന് പോകുന്നതേയില്ല. ഭീകര സ്വപ്നങ്ങളുടെ താണ്ഡവമായിരുന്നു ആ രാവ്. അതെ, ഇന്ന് ഞാൻ അതനുഭവിക്കുന്നു. ഉറങ്ങാനേ പറ്റുന്നില്ല. ആ നീതിമാന്റെ രക്തം എന്നെ അസ്വസ്ഥനാക്കുന്നു. അവൻ വാസ്തവത്തിൽ ആരാണ്? പ്രഭു, സത്യവും വെളിച്ചവും അത്രയ്ക്ക് ദൂരത്തല്ല. സത്യമുള്ളിടത്ത് വെളിച്ചമുണ്ട്. കർത്താവ് ലോകത്തിന് വെളിച്ചമാണെന്ന് പറയുന്നിടത്താണ് പലതും വെളിവാക്കപ്പെടുന്നത്. ഒരു സാധാരണ ഹൈവേ പണിയിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? പക്ഷേ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയിയുടെ ദ ഗോൾഡൻ കോർഡിലേറ്റർ പ്രൊജക്ട്, കൊഡർമ ഡിസ്ട്രിക്ട്, ജാർഖണ്ഡ്, ഉണ്ടായിരുന്ന അഴിമതികൾ ലോകത്തോട് തുറന്നു പറഞ്ഞ മനുഷ്യനെ പിന്നെ ആരും കണ്ടിട്ടില്ല. അയാൾ കാരണം 3 എഞ്ചിനീയേഴ്സും ഒരു കോൺട്രാക്ടറിൻ്റെയും എന്നേക്കുമായിട്ടുള്ള പണി അയാൾ കളഞ്ഞു. 27 നവംബർ മാസം 2003 ദുബൈ, സത്യന്റെ ദുബൈ തിരിച്ചു വരുന്ന വഴി അവനെ ആരോ വെടിവെച്ച് കൊന്നു. ചോദിച്ചോട്ടെ, ഇന്നും സത്യം പറയുന്നവർക്കെതിരെ, വെളിച്ചം പരത്തുന്നവർക്കെതിരെ ഈ സത്യാന്തരകാലത്ത് ഇരുട്ട് പരത്തുന്ന മീഡിയ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ആരെ വേണം? ഇങ്ങനെയുള്ളവർ ആർക്കാണ് പ്രയോജനം? ആ ശബ്ദം നിശബ്ദമാക്കുകയല്ലേ ഒരു മാർഗമുള്ളൂ. സത്യം ജയിക്കട്ടെ. നല്ല ചായ. യാത്രാക്ഷീണത്തിൽ ഒരു ചെറിയ ആശ്വാസം.
അച്ഛാ. വിശപ്പ് കൂടുന്തോറും അപ്പത്തിന് രുചിയേറും, ദാഹം കൂടുന്തോറും വെള്ളത്തിന്. നീ ഇന്നത്തെ കാലത്ത് ഈ പട്ടിണിയും ദാഹമൊക്കെ ഉണ്ടോ അച്ഛാ? മോനെ ക്രിസ്റ്റി, ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥന്റെ മരണത്തിന് ശേഷമുള്ള അനുശോചനത്തിന് ഗാന്ധി പരാമർശിച്ച കാര്യം പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. 2 വർഷം മുമ്പ്. ഓർക്കുന്നുണ്ടോ? To the hungry. God can only appear as bread. ശരി അച്ഛാ, ഓർക്കുന്നുണ്ട്, തലക്കെട്ട് ഓർക്കുന്നുണ്ട്. അതെ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കയില്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നു. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞവൻ സ്വന്തം ശരീരം നമുക്കായി നുറുക്കുന്നു. I am the bread of life. ഗോതമ്പുമണിയുടെ നെഞ്ചകത്തിൽ ഒരു നിയോഗം കുറിച്ചു ദൈവം. ഗോതമ്പുമണിയുടെ നെഞ്ചകത്തിൽ ഒരു നിയോഗം കുറിച്ചു ദൈവം. മണ്ണിൻ്റെ മാറിൽ വീണലിഞ്ഞിടാൻ, മുളയായി വിളയായി വിളവേകിടാൻ. മണ്ണിൻ്റെ മാറിൽ വീണലിഞ്ഞിടാൻ, മുളയായി വിളയായി വിളവേകിടാൻ. അപ്പമായി അന്നമായി അനേകരെ ഊട്ടിടാൻ. അപ്പമായി അന്നമായി അനേകരെ ഊട്ടിടാൻ. ഗോതമ്പുമണിയുടെ നെഞ്ചകത്തിൽ ഒരു നിയോഗം കുറിച്ചു ദൈവം. ഗോതമ്പുമണിയുടെ നെഞ്ചകത്തിൽ ഒരു നിയോഗം കുറിച്ചു ദൈവം. നാടുവാഴിയായ ഉദ്യോഗസ്ഥ പീലാത്തോസ് എഴുന്നള്ളുന്നു. നാടുവാഴിയായ ഉദ്യോഗസ്ഥ പീലാത്തോസ് എഴുന്നള്ളുന്നു. ഇത് നമ്മുടെ ഉത്സവകാലമാണ്. നമ്മുടെ പതിവനുസരിച്ച് ഒരു തടവുകാരനെ ജനഹിതമനുസരിച്ച് വിട്ടയക്കാറുണ്ടല്ലോ. അതിനായി 2 തടവുകാരെ നിങ്ങളുടെ തീരുമാനത്തിനായി വിടുന്നു. ഇതിൽ ആരെ വിട്ടയക്കണമെന്നും ആരെ ശിക്ഷിക്കണമെന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം. ബറാബാസിനെ വേണമോ അതോ യേശുവിനെ വേണമോ? യേശുവിനെ ക്രൂശിക്കുക. ബർബാസിനെ വിടുതലിക. ബർബാസിനെ വിടുതലിക. യേശുവിനെ ക്രൂശിക്കുക. ബർബാസിനെ വിടുതലിക. യേശുവിനെ ക്രൂശിക്കുക. ബർബാസിനെ ക്രൂശിക്കുക. ബർബാസിനെ വിടുതലിക. യേശുവിനെ ക്രൂശിക്കുക. ബർബാസിനെ വിടുതലിക. യേശുവിനെ ക്രൂശിക്കുക. യേശുവിനെ ക്രൂശിക്കുക. ബർബാസിനെ ക്രൂശിക്കുക. ബർബാസിനെ വിടുതലിക. യേശുവിനെ ക്രൂശിക്കുക. ബർബാസിനെ വിടുതലിക. യേശുവിനെ ക്രൂശിക്കുക. ബർബാസിനെ വിടുതലിക. യേശുവിനെ ക്രൂശിക്കുക. യഹൂദന്മാരുടെ രാജാവെന്ന് സ്വയം അവകാശപ്പെടുന്ന നസ്രയനായ യേശുവിനെ ചമ്മട്ടി കൊണ്ടടിക്കുവാൻ വിധിച്ചിരിക്കുന്നു. യൂലിയസ് കൈസറിനു വേണ്ടി ഗലീല നാടുവാഴി പൊന്തിയോസ് പീലാത്തോസ്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല.
ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് നീ പർദീസയിലായിരിക്കും. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. എടാ മോനെ ക്രിസ്റ്റി, അവിടെ ഒരു അരുവിയുണ്ട്. ഒരു കുപ്പി വെള്ളം പിടിക്കടാ, ദാഹിക്കുന്നുണ്ട്. അയ്യോ, ദാഹിച്ച് തൊണ്ട പൊട്ടി. എനിക്കും വെള്ളം വേണമായിരുന്നു. അതെ അതെ അതെ. അച്ഛാ, ഒരു സംശയം. ജീവജല നദിയായ യേശുവിന്റെ ദാഹം എനിക്ക് മനസ്സിലാവുന്നില്ല. ശമരിക്കാരിയായ സ്ത്രീയോട് ദാഹജലം ചോദിക്കുന്നു. യേശു ജീവജലമാണെന്ന് പറയുകയും ചെയ്യുന്നു. എനിക്ക് ദാഹിക്കുന്നു. എൻ്റെ മുമ്പിൽ ഒരാടിനെ പോലെ നിൽക്കുകയും ഉള്ളിൽ ഒരു സിംഹത്തെ കൊണ്ടു നടക്കുകയും ഒരു രാജകീയ പ്രഭാവത്തോടെ തന്നെത്താൻ ശൂന്യമാക്കുകയും
സ്വന്തം മാതാവിനെ പ്രിയ ശിഷ്യന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും തന്നെ വിവസ്ത്രരാക്കിയവരെ പാപക്ഷമയുടെ അങ്കി ധരിപ്പിക്കുകയും ക്രൂശിന്റെ ശാപത്തെ കത്തിയെരിയുന്ന കൃപയുടെ മെഴുകുതിരിയാക്കുകയും ചെയ്ത ആ ദൈവപുത്രനെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ലല്ലോ. ഞാനിന്ന് ഇരുട്ടിൻ്റെയും മുൻവിധിയുടെയും തടവുകാരനല്ലേ? അവൻ ക്രൂശിൽ സത്യത്തിൻ്റെയും ജീവന്റെയും വഴി വെട്ടി തുറന്നത് കാണുന്നില്ലേ? ആ വഴി മുടക്കാൻ ആർക്കാണ് കഴിയുക? മരണത്തിന് പോലും അത് കീഴടക്കാൻ ആകില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പ്രഭു, മരക്കുരിശിൽ നിന്നും ആ നിചലമായ ശരീരം അരിമത്തിക്കാരനായ ജോസഫ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവൻ മരിച്ചതും അവിശ്വസനീയം, തികച്ചും അവിശ്വസനീയം. ചമ്മട്ടി കൊണ്ടടിയേറ്റപ്പോഴും മുൾക്കിരീടം ചൂടിയപ്പോഴും അവന്റെ മനസ്സ് പതറിയിരുന്നില്ല. അവന്റെ ചങ്കുറപ്പും കൃത്യമായ നിലപാടുകളും പതറാത്ത വാക്കുകളും തീഷ്ണതയുള്ള നോട്ടം. അവന്റെ യാത്ര എന്തോ തികയ്ക്കുന്നത് പോലെ തോന്നി. എന്തിനോ വേണ്ടിയുള്ള ഓട്ടം. സകലവും നിവൃത്തിയായി. എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അച്ഛാ, പോകാൻ വരട്ടെ? എന്താടാ? എന്നെ വല്ലാണ്ട് എന്തോ അലട്ടുന്നുണ്ട് അച്ഛാ. നിനക്കും ക്രിസ്തു തലയ്ക്ക് പിടിച്ചു അല്ലേ? എനിക്കും അങ്ങനെ ആയിരുന്നടാ മോനെ. ഉയിർപ്പ് ആ ക്രിസ്തുവിന്റെ മുന്നോട്ടുള്ള യാത്രയാണ്. അച്ഛൻ കുർബാനയ്ക്ക് പോകുമായിരിക്കും അല്ലേ? ആ ഭയ മോനെ. ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്